ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ആത്മഹത്യ ചെയ്ത സംഭവം വ്യവസായ രംഗത്ത് മാത്രമല്ല രാജ്യത്ത് തന്നെ ചർച്ചയാവുകയാണ്. കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദമാണോ റോയ് ആത്മഹത്യയിലേക്ക് നയിച്ചത്? റോയിയുടെ ആത്മഹത്യയിൽ CID അന്വേഷണം ഊർജിതമാണ്. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മൊഴി CID രേഖപ്പെടുത്തി. ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കേന്ദ്ര ഏജൻസിയുടെ സമ്മർദ്ദമാകാം മരണകാരണമെന്നും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും റോയിയുടെ സഹോദരൻ CJ ബാബു പറഞ്ഞു. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിരുന്നത്. ഇൻ ഹിസ് ഓഫീസ്. അവര് 3 ദിവസമായിട്ട് അവരുടെ ഓഫീസിലുണ്ട്. 28-ാം തീയതി ഒന്നാണ്, 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആള് പോയി. അത് ആയിരിക്കാം. വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതിപ്പോ ഞാൻ ഫാമിലിയൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഫാമിലിയെ കണ്ടിട്ടില്ല. സംസാരിച്ചിരുന്നു. അല്ല, അവര് അത് തന്നെ പറഞ്ഞു. എന്നാൽ റോയിയെ മാനസികമായി ബുദ്ധിമുട്ടിയില്ലെന്നും നിയമപരമായാണ് എല്ലാം ചെയ്തതെന്നുമാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. റോയിയുടെ സംസ്കാരം നാളെ ബംഗളൂരുവിൽ നടക്കും. വിവരങ്ങളുമായി അഭിനാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിനാഷ്, ഏറെ നടുക്കമുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തു വന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ CJ റോയിയുടെ ആത്മഹത്യ, അതും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെയായിരുന്നു. ഇതിനുശേഷം ഈ ആത്മഹത്യക്ക് പിന്നാലെ കുടുംബം ആദായ നികുതി വകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദമാണ് ആത്മഹത്യ കാരണമെന്ന് പറയുന്നു. എന്താണ് കുടുംബത്തിൻ്റെ ആരോപണം? ഈ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലാക്കുന്നത്? ടോം, കുടുംബത്തിൻ്റെ വാദങ്ങൾ ഈ കാര്യത്തിൽ പുറത്തു വരുമ്പോഴാണ് ഇതിൽ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം കേന്ദ്ര ഏജൻസികൾ ഇദ്ദേഹത്തെ ലക്ഷ്യമിട്ടിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നുന്നത്. കാരണം ഒരു തരത്തിലുള്ള കടമോ അത്തരത്തിലുള്ള ക്രമക്കേടുകളോ തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹവും നേരത്തെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നത്. അതുപോലെ കുടുംബവും ഈ സംഭവത്തിന് ശേഷം മാധ്യമങ്ങളോട് പറയുന്നത്. ഒരു തരത്തിലും ലോണോ കടമോ ഒന്നുമില്ലാതെ തൻ്റെ സാമ്രാജ്യം താൻ നല്ല രീതിയിൽ കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായുള്ള ശല്യപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ 3 ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ വീട്ടിലും മറ്റ് സ്ഥാപനങ്ങളിലും, ദുബായിലും അതുപോലെ ഇന്ത്യയിലുമുള്ള മറ്റ് സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ റെയ്ഡുകൾ നടന്നു. അതിൽ ബാംഗ്ലൂരുവിലെ സ്ഥാപനത്തിൽ റെയ്ഡ് നടക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടക്കുന്നത്. അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സ്വയം വെടിവെച്ച് മരിക്കുന്നത്. അത് വലിയ കേരളത്തെ സംബന്ധിച്ചായാലും ഇന്ത്യയെ സംബന്ധിച്ചായാലും ലോകത്തെ ഉള്ള തന്നെ മറ്റ് ബിസിനസ്സുകാരെ സംബന്ധിച്ചായാലും ഏറ്റവും വലിയ ഒരു ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു. നമ്മളടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത്രയേറെ ഞെട്ടിക്കൊണ്ടാണ് ആ വാർത്ത പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നിരവധി ഇൻ്റർവ്യൂകളും ഒക്കെ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളെക്കുറിച്ചായാലും അദ്ദേഹത്തിൻ്റെ ഭാവി പദ്ധതികളെക്കുറിച്ചായാലും പുതിയ സിനിമകളെക്കുറിച്ചായാലും അതിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചായാലും ഒക്കെ വലിയ രീതിയിൽ വാചാലനായി സംസാരിക്കുന്ന ഒരാളായിരുന്നു ഡോക്ടർ റോയ് CJ. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ഈ ബാംഗ്ലൂരുവിലേക്ക് ഒരു IT ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് വരുന്നതും അതിനുശേഷം ഉണ്ടായ ഇത്തരം സംഭവങ്ങളും അതെന്തിനായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ സമ്മർദ്ദങ്ങളാണോ അദ്ദേഹത്തിന് അദ്ദേഹത്തെ കൊണ്ട് ഇത്തരത്തിലൊരു വലിയ ഒരു സ്വന്തം ജീവൻ കളയുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഉയരുന്ന സംശയം. ഇക്കാര്യത്തിലാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നത്. കേന്ദ്ര ഏജൻസികൾ ഇദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ തൊട്ടു മുമ്പ് കേട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരനോടും ഈ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, ഇതേപോലെ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടോ എന്ന് ഡോക്ടർ റോയ് CJ തന്നെ സഹോദരനോട് പറഞ്ഞതായി അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഏതൊക്കെയോ തരത്തിൽ എന്തിൻ്റെ പേരിലാണെന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഏതൊക്കെയോ തരത്തിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതല്ലാതെ വരും ദിവസങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളും അതുപോലെ അഭിലാഷ്, അതിലൊരു പെട്ടെന്ന് അങ്ങനെ വെടിയുതിർത്ത് സ്വയം ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ ആ സമയം അദ്ദേഹം ഏത് രീതിയിലുള്ള സമ്മർദ്ദത്തിലൂടെയാണ്
കടന്നുപോയതെന്ന് നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ രീതിയിൽ, കാരണം കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര ഏജൻസികൾ EDയും ഇൻകം ടാക്സും ഡിപ്പാർട്ട്മെൻറ്റുമൊക്കെ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. പല ദിവസങ്ങളിലും ഈ റെയ്ഡുകൾ നടന്നിരുന്നു. ഏത് ഘട്ടത്തിലാകാം അങ്ങനെ അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചത് എന്നാണ് പരിശോധിക്കേണ്ടത്. കാരണം ആ സമയത്ത് ഒരു അറസ്റ്റോ മറ്റ് നടപടികളിലേക്കോ കാര്യങ്ങൾ നീങ്ങുമോ എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടിരുന്നോ? കുടുംബാംഗങ്ങളോടോ മറ്റോ അത്തരം പരിഭവം, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് അത്തരം പരിഭവം അല്ലെങ്കിൽ ആശങ്കയോ പങ്കുവച്ചിരുന്നോ? ഈ ആത്മഹത്യാ പ്രവണത, അത്തരം ഒരു തോന്നലുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി ബന്ധുക്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് മറ്റോ അങ്ങനെ ഒരു ചിന്ത തോന്നിയിരുന്നു? ആർക്കെങ്കിലും തോന്നിയിരുന്നു അതേക്കുറിച്ച്? ടോം, നമ്മൾ കേൾക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും അനുസരിച്ച് അത്തരത്തിൽ ഒരു ചിന്തയും അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. ആ ഒരു സംഭവത്തിന് മുന്നേ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം അതിന് തൊട്ട് തലേന്നാണ് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട്, പുതിയ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. അങ്ങനെ ഭാവിയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ കണക്ക് കൂട്ടി വെച്ചിരുന്ന ഒരാൾ അതിനു മുൻപ് തന്നെ ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമുക്കങ്ങനെ സ്വാഭാവികമായി നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ നമുക്കറിയാം, റോയ് CJ എന്ന് പറയുന്ന ആൾ വളരെ പൂജ്യത്തിൽ നിന്ന് ഇപ്പോൾ 9,000 കോടിയിലധികം രൂപയുടെ ആസ്തിയുള്ള ഒരു വലിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇത് കാണാത്തതായിട്ടോ അദ്ദേഹം അനുഭവിക്കാത്തതായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം അദ്ദേഹം ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ അതിന് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. അത്തരം എല്ലാ സമ്മർദ്ദങ്ങളും അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ലോകമറിയുന്ന ഒരു വലിയ ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായി അദ്ദേഹത്തിന് വളർന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നത്. അദ്ദേഹം ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നികുതിദായകരിൽ ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നമ്മുടെ കേരളത്തിനായാലും മലയാള സിനിമ ഇൻഡസ്ട്രിയിലായാലും വ്യാവസായിക രംഗത്തായാലും വലിയ രീതിയിൽ ഒരു മുതൽക്കൂട്ടായി നിന്ന ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ റോയ് CJ എന്ന് പറയുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ പിന്നിലുണ്ടായ കാരണം അത് നൈമിഷികമായിരുന്നു. അതെന്തോ പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. അദ്ദേഹത്തിനെതിരെ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ തനിക്ക് നേരെ ഒരു അറസ്റ്റ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സമ്മർദ്ദം ഈ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് മേൽ കെട്ടിവെച്ചോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അന്വേഷിക്കേണ്ടത്. അതിൽ എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ ടോം നേരത്തെ ചോദിച്ചതുപോലെ, അദ്ദേഹം ഇതിനു മുമ്പ്, അതായത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നതിന് മുമ്പ് തനിക്ക് ഇത്തരം സമ്മർദ്ദങ്ങൾ താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് ഈ ജീവിതം അവസാനിപ്പിക്കാം എന്നൊരു തീരുമാനം അദ്ദേഹം നേരത്തെ എടുത്തിരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇതിനും എത്രയോ വലിയ സമ്മർദ്ദങ്ങൾ അതിജീവിച്ചു വന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം പെട്ടെന്നൊരു ദിവസം എന്തെങ്കിലും ഒരു തീർച്ചയായും അത് തന്നെയാണ് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ. പെട്ടെന്ന് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ഉയർച്ചയിലേക്ക് എത്തിയ വ്യക്തിയല്ല CJ റോയ്. അദ്ദേഹം ബിസിനസ് രംഗത്ത്, അതായത് ഒരു സാധാരണ ഒരു ജീവനക്കാരനായി വരുന്നു, പിന്നീട് ബിസിനസ് രംഗത്തേക്ക് ചുവട് വയ്ക്കുന്നു. അതിൽ റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ മേഖല, പിന്നീട് സിനിമാ നിർമ്മാണം, അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു വ്യവസായ പ്രമുഖൻ. നമ്മളൊരു പതിറ്റാണ്ടുകളായി മലയാളികൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു ബിസിനസ് ഗ്രൂപ്പാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അദ്ദേഹം ഈ സമീപകാലത്ത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഈ അടുത്തിടെ ചില മാധ്യമങ്ങൾക്ക്, ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പോലും ചില വാക്കുകൾ എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, അവസാന കാലത്തും, അതായത് മരണത്തിൻ്റെ തൊട്ട് മുന്നിൽ പോലും താൻ ആനന്ദ നൃത്തമാടുമെന്ന് പറയുന്ന, അങ്ങനെ ചിന്തിക്കുന്ന, വളരെ പോസിറ്റീവായി എല്ലാത്തിനെയും കാണുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തത് എന്നതാണ് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന കാര്യം. കാരണം ഈ ആത്മഹത്യാ പ്രവണത വളരെ പെട്ടെന്നാണ് സാധാരണ മനുഷ്യരുടെ ഉള്ളിലേക്ക്, കാരണം ഇത്രയധികം ലോകപരിചയമുള്ള, അനുഭവ പരിചയമുള്ള ഒരു വ്യക്തി പോലും ചെറിയൊരു സമ്മർദ്ദം താങ്ങാനാവാതെ ജീവനൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് അപകടകരം. കാരണം നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ കൈവിട്ടു പോകാം. അതല്ലേ CJ റോയ്ക്കും സംഭവിച്ചത്? അഭിലാഷ്, ടോം, ഇത് ഏത് തരത്തിലുള്ള സമ്മർദ്ദമാണ് അദ്ദേഹത്തിന് ആ സമയത്ത് നേരിടേണ്ടി വന്നത് എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത്. ഒരു അറസ്റ്റ് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് ഈ റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥർ കടന്നോ, അതല്ല മറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരെ ആ സമയത്ത് നേരിടേണ്ടി വന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കേണ്ടത്. ഈ കേസ് അന്വേഷിക്കാൻ CID എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വലിയ രീതിയിൽ
കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഇവിടെ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണത്തിന് മുന്നിലും താൻ ആനന്ദ നൃത്തമാടുമെന്ന് പറയുന്ന അത്രയും പോസിറ്റീവായി കാര്യങ്ങളെ കാണുന്ന ആ ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു റെയ്ഡ് എന്ന് പറയുന്ന ഇത്തരം വ്യവസായികൾ ഇത് ആദ്യമായി കാണുന്ന ഒരു കാര്യമായിരിക്കില്ല. എന്തായാലും വലിയ രീതിയിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഇടയ്ക്കിടെ ഇത്തരത്തിൽ പരിശോധനകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇതുപോലെ നൂറോ അതിലധികമോ റെയ്ഡുകളെ ഇദ്ദേഹം നേരിട്ടിട്ടുണ്ടാകാം. പക്ഷേ ഇത്തരത്തിൽ ഇവിടെ ഇന്നലെ എന്ത് സംഭവിച്ചു, തൻ്റെ ജീവൻ പോലും ഇത്രയും പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാൾക്ക് സ്വന്തം ജീവൻ പോലും കളയാൻ തോന്നിപ്പിക്കുന്ന തരത്തിൽ എന്താണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ ഒരു കാര്യമാണോ, എന്തെങ്കിലും ഒരു അറസ്റ്റോ അത്തരത്തിൽ എന്തെങ്കിലും ആണോ നമുക്ക് തൽക്കാലം കരുതാൻ വയ്യ. കാരണം നമ്മൾ അറിഞ്ഞിരുന്ന, നമ്മൾ കണ്ടിരുന്ന, നമ്മൾ ടി വി ചാനലിലൂടെയും മറ്റു പരിപാടികളിലും കണ്ടിരുന്ന ഡോക്ടർ റോയ് സി ജെ ഇത്തരം ചെറിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളിൽ വീണ് പോകുന്ന ഒരാളായിരുന്നില്ല. എന്നാൽ ഇവിടെ ഇന്നലെ ഈ ബംഗളൂരുവിലെ ഓഫീസിൽ ഈ ഉദ്യോഗസ്ഥരുമായുള്ള സംസാരത്തിൽ ആ റെയ്ഡിനിടയിൽ അവർ അദ്ദേഹത്തോട് എന്താണ് സംസാരിച്ചത്, അദ്ദേഹത്തിനോട് ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നോ, ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കൃത്യമായും ഇവിടെ അന്വേഷിച്ച് അത് പുറത്തു വരേണ്ടത്. നമുക്കറിയാം ഇത്തരം വ്യവസായികളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടക്കം നട്ടല്ലെന്ന് പറയുന്നത്. അവർ തരുന്ന നികുതിയും അത്തരത്തിലുള്ള കാര്യങ്ങളുമാണ് അവർ കൊണ്ടുവരുന്ന ഇൻഡസ്ട്രികളിലൂടെ പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് ജോലി കിട്ടുന്നത്. അപ്പം ഇത്തരം വ്യവസായികളെ ബുദ്ധിമുട്ടിക്കാതെ നികുതി പിരിച്ചെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായി ഇത്തരം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അവരുടെ വീടുകളിലായാലും ഓഫീസുകളിലായാലും കയറിയിറങ്ങി ഒരു പരിശോധനകൾ നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ഇരയാണ് ഈ ഡോക്ടർ റോയ് സി ജെ എന്ന് പറയുന്ന അദ്ദേഹം. എന്തായാലും ഈ വിഷയത്തിൽ എന്തായാലും കേന്ദ്ര സർക്കാരിനും കൈകഴുകി മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നിയമപരമല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അന്വേഷണം വരണം. ഇത്രയും വലിയൊരു പ്രമുഖനായിട്ടുള്ള ആൾ ഇന്ന് നമുക്കറിയാം, ഇന്നലെ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം ലോകത്തുള്ള വ്യവസായികളെല്ലാം തന്നെ അതിൽ പ്രതിഷേധം അറിയിച്ചും ഞെട്ടൽ രേഖപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ നടപടികൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ ഈ നാട്ടിൽ പിടിച്ചു നിൽക്കാനാകുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവരെല്ലാം ചോദ്യം ചോദിക്കുന്നവരെല്ലാം രാജ്യത്തിലെ പ്രധാനപ്പെട്ട നികുതിദായകരാണ് എന്നുള്ളതാണ് അതിൽ നമ്മൾ എടുത്ത് ചിന്തിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ രാജ്യത്തിനകത്തും പുറത്തുമായി വിവിധ രീതിയിലുള്ള വ്യവസായങ്ങൾ ചെയ്ത് അതിൻ്റെ ഒരു അഭിലാഷ്, നിലവിലെ കർണാടക CID ആണ് ഈ റോയിയുടെ മരണം അന്വേഷിക്കുന്നത്. എന്തൊക്കെയായിരിക്കും അന്വേഷണ പരിധിയിൽ വരിക? ഈ ആത്മഹത്യക്ക് അപ്പുറം മറ്റ് ഇടപാടുകൾ, അതല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ സമ്മർദ്ദം, എന്തുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണ പരിധിയിൽ ഉണ്ടാവുക? മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നലെ അവിടെ എന്താണ് ആ ഓഫീസിൽ, ബംഗളൂരുവിലെ ഓഫീസിൽ എന്താണ് സംഭവിച്ചത്, അവിടെ നിന്നായിരിക്കും തുടങ്ങുക. അവർ എന്തൊക്കെയാണ് പ്രധാനമായും ആദ്യം ചോദ്യം ചെയ്യേണ്ടത് അവിടെ ആ റെയ്ഡിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെയാണ്. എന്ത് സംഭവിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ എന്ത് തരം കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുന്നതും അദ്ദേഹം ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്? ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നോ? അങ്ങനെ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെതിരെ പ്രതികരിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഡോക്ടർ റോയ് സി ജെയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരുന്ന ഇടപാടുകൾ, അദ്ദേഹത്തിന്റെ ബിസിനസ്, മറ്റു കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണം വരും. ഇതിന് ഏറ്റവും പ്രധാനമായും ആ ഓഫീസിലെ CCTVയും ഇവരുമായിട്ടുള്ള സംഭാഷണങ്ങളും എല്ലാം ഏറ്റവും നിർണായകമായ ഒരു തെളിവായിട്ട് മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഈ ഉദ്യോഗസ്ഥരും ഡോക്ടർ റോയ് സി ജെയുമായി നടത്തിയ കമ്മ്യൂണിക്കേഷനാണ് ഇതിലേറ്റവും പ്രധാനമായും വരുന്നത്. പിന്നെ മറ്റേ ഏതെങ്കിലും തരത്തിൽ ഈ ഉദ്യോഗസ്ഥർ ഈ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവർക്ക് മറ്റെന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യങ്ങൾ ഈ റെയ്ഡിന് പിന്നിലുണ്ടോ, അല്ലെങ്കിൽ ഈ റെയ്ഡ് ഏത് കേന്ദ്രം വഴിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും പ്രധാനമായും ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് CID കടക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ മണിക്കൂറുകളിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ് CIDയും അതിൻ്റെ അന്വേഷണ സംഘവും ഏറ്റവും പ്രാഥമികമായി കണ്ടെത്താൻ പോകുന്നത്. വ്യക്തമാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ CJ റോയിയുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമയുടെ ആത്മഹത്യയിൽ കർണാടക CID ആണ് അന്വേഷണം നടത്തുന്നത്. ആദായ നികുതി വകുപ്പിൻ്റെ ഉൾപ്പെടെ
കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദമാണ് റോയി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.